ഗായ്സ് അപ്പോൾ ഒന്ന് നമുക്ക് ഒരു 3 ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. അങ്ങനെ വർക്ക് വരുന്നത് ഒരു മോം ടു ബിയും പിന്നെ 2 ബർത്ത്ഡേ കേക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ 3 പേരും നമ്മളുടെ വീട്ടിൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ദെൻ ഈ ഫസ്റ്റ് ഒരു കേക്ക് വന്നിട്ട് മാം ടു ബി വന്നിട്ട് ഒരു ബട്ടർ സ്കോച്ച് ആയിരുന്നു, 1 kg വരുന്ന ബട്ടർ സ്കോച്ച് ആയിരുന്നു, ടോളായിട്ട് ചെയ്തായിരുന്നു കേട്ടോ. ദെൻ മറ്റേ കേക്ക്, അതായത് ബർത്ത്ഡേ കേക്ക്, ഒരു ബർത്ത്ഡേ കേക്ക് അത് വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അതിലുള്ളൊരു കഥ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് മെനു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് വന്നിട്ട് 1/2 kg, 1 kg, ദെൻ 250 gram വരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചോദിച്ചതിനനുസരിച്ച് നമ്മളെല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തു. ദെൻ അവർ 1/2 kgൻ്റെ മെനു ടാഗ് ചെയ്തിട്ടാണ് അവർ റിപ്ലൈ തന്നത്, ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ളതിലായിരിക്കും നമ്മളെ ചിന്ത പോവാം. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ അവരൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റൈറ്റിങ്ങും പറഞ്ഞ് അവരങ്ങ് പോയി. ദെൻ നമ്മൾ സെറ്റാക്കി. അങ്ങനെ തലേന്ന് എപ്പോഴാണ് വരുന്നത് ടൈമും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചു. അപ്പോൾ എന്തോ ഇതിൽ ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് 1 kg ആയിരുന്നു വേണ്ടത്. ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. അപ്പോൾ ഓർഡർ കൺഫേം ആണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് അയച്ചു തരണേ എന്നുള്ളത്. അതാകുമ്പോൾ എനിക്കും കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഡിയോസ് മൊത്തം കേൾക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ അതിൽ നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഏതാ അവർക്ക് ആഡ് ചെയ്യാം. ദെൻ റൈറ്റിംഗ് ഓപ്ഷണലാണ്. അത് ചിലവർ പറയാറില്ല, അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പർ വെച്ചാൽ മതി, അങ്ങനെയാണ് പറയാറ്. അങ്ങനെയുള്ളവർ അങ്ങനെ. ദെൻ കേക്കിൻ്റെ ഡിസൈന് അത് ചിലവർ അയച്ചുതരും, ചിലവർ ഇഷ്ടമുള്ള പോലെ ചെയ്തോന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് ഉള്ളത് ചെയ്യും. അത് ചിലപ്പം കസ്റ്റമൈസേഷനിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റേറ്റ് എക്സ്ട്രാ വരും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഉള്ളത് അത് എത്ര kg ആണെന്നും ഫ്ലാറ്റായിട്ടാണോ ടോളായിട്ടാണോ ചെയ്യേണ്ടതെന്നും അതും കൂടെ അതിൽ മെൻഷൻ ചെയ്യാനുള്ളതുണ്ട്. ദെൻ കളേഴ്സ്, അതും കാര്യങ്ങൾ. പിന്നെ ഉള്ളത് കപ്പ് കേക്ക്, ഡോണറ്റ്, പോപ്പ്, സിക്കിൾ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എത്ര കൗണ്ട് ആണെന്നും കൂടെ അതിൽ മെൻഷൻ ചെയ്യാം. ദെൻ ഡേറ്റ്. പിന്നെ നമ്മളുടെ അഡീഷണൽ കാര്യങ്ങൾ, അത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പറഞ്ഞു വന്നത്, പൊതുവേ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്, അവർ തിരിച്ചും അയച്ചു തരാറുണ്ട് ഫില്ല് ചെയ്തിട്ട്. അപ്പം ചിലർ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് അങ്ങ് പോകും. കേക്കിൻ്റെ ഫോട്ടോ അയച്ചിരും, ജസ്റ്റ് ഫ്ലേവർ പറയും, കിലോ പറയും, മതി, കഴിഞ്ഞ്. അങ്ങനെയുള്ള ഒരു ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിലൊന്നാമത് മിസ്റ്റേക്ക് 2 പേർക്കും പറ്റിയിട്ടുണ്ടോ അത് ഞാൻ ചോദിച്ചില്ല. അവർ മെൻഷൻ ചെയ്ത് അയച്ചെന്നതിൽ ഓക്കെ ആണെന്നുള്ളതിൽ ഞാനും മൂവ് ചെയ്തു. പിന്നെയാണ് അവരാണായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതുമില്ല. അപ്പം രണ്ടാളടുത്തും തെറ്റുള്ളതുകൊണ്ട് നമുക്ക് കോംപ്രമൈസ് ആയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പറഞ്ഞു വന്ന ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കസ്റ്റമറും നമ്മൾ ലൈക്കിന് വിട്ടതായിരുന്നു. അതുകൊണ്ട് 2ഉം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സെറ്റാക്കിയാണ് കേട്ടോ ഡിസൈനെല്ലാം. അപ്പോൾ നമ്മൾ എല്ലാം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ കിങ്ങിണി എന്നുള്ളത് ജസ്റ്റ് എന്താ പറയുക, ഞാനൊന്ന് ജസ്റ്റ് കിങ്ങിണി ചേച്ചി എന്നാണല്ലേ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു മോഡലായിരുന്നു കേട്ടോ. കുറേ കാലമായി ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചൊരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈൻ അതായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈസും പിന്നെ ഒരു മാം ടു ബീൻ്റെ ഒരു ടോപ്പറും കൂടെ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള 2 കേക്കായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ നാളേക്കുള്ള സ്പോഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നാളേക്ക് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തു. 2 പേരും നൈറ്റ് തന്നെയായിരുന്നു കേട്ടോ വന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങനെ പോയി. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം, അതായത് നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രീം കോട്ടൊക്കെ അടിച്ച് കുട്ടപ്പന്മാരാക്കി ദെൻ ഫൈനൽ കോട്ട് ചെയ്തു. ഇത് കസ്റ്റമൈസ്ഡ് ആയിരുന്നു.
ഒരു പാസ്ട്രി ഉണ്ടായിരുന്നു. ദെൻ 2 ടയറായിട്ട് 1.5 kg ടോളായിട്ട് ചെയ്തായിരുന്നു കേട്ടോ. നമ്മളിത് സ്റ്റേക്ക് ചെയ്യാണ്. മുകളിലുള്ളൊരു കേക്ക് ബ്ലൂ ഷെയ്ഡിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളുടെ ബോസ്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ആ ഒരു കാർട്ടൂൺ തീമിലായിരുന്നു നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ല, ഇല്ല, ഈ ഒരു തീമിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി സ്റ്റേക്ക് ചെയ്തു. ദെൻ ഒരു ബോർഡർ പോലെ സ്റ്റാർ നോസിൽ വെച്ച് നമ്മൾ സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മളെ നല്ലപോലെ അറിയുന്ന കസ്റ്റമറാണ്. പിന്നെ എന്ന് പറയാൻ ഇതുവരെ ഫസ്റ്റ് ഓർഡർ ആയിരുന്നു കേട്ടോ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കേക്ക് ബിസിനസ് ഉണ്ട് എന്നുള്ളത് പലർക്കും ഇതുവരെയും അറിയത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അറിഞ്ഞു വന്നൊരു കസ്റ്റമറായിരുന്നു. ദെൻ നമ്മൾ ആ ഒരു കേക്ക് സ്റ്റേക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ വെച്ചു. ഇനി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലിവറി ടൈമിലാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പാസ്ട്രിയും കൂടെ സെറ്റ് ചെയ്യാണ്. അതിൽ ടോപ്പിലൊരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് എല്ലാത്തിനും. അപ്പം ഒരു ബ്ലൂ ഷെയ്ഡിലാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ദെൻ അങ്ങനെ നമുക്ക് ഇന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. ഡെലിവറി ടൈമിൻ്റെ കുറച്ച് ടൈം മുന്നെയാണ് ഞാൻ കട്ട് ചെയ്യാറ് കേട്ടോ. പാസ്ട്രിയൊക്കെ അന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കല്ലേ, അപ്പോൾ സെറ്റായിട്ട് കിട്ടാനുള്ളൊരു ടൈമും കൂടെ വേണമല്ലോ. അപ്പോൾ രണ്ടും നമ്മൾ സെറ്റാക്കി എടുത്തു. ദെൻ ഈ ഡെക്കറേഷൻ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാസ്ട്രി അത് കട്ട് ചെയ്ത് സെറ്റാക്കി വിട്ടുപോയി. രണ്ടും വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അതായത് 1.5 kg 2 ടയറിൽ ചെയ്തതും വൈറ്റ് ഫോറസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ പാസ്ട്രിയും വരുന്നത് വൈറ്റ് ഫോറസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു പീസാക്കി എടുക്കുകയാണ്. എത്ര പീസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 60 പീസാണ്, 60 പീസസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1.5 kg ഫ്ലാറ്റായിട്ടാണ് ചെയ്തത്. ഒരുപാട് ഫ്ലാറ്റല്ല, എന്നാലും നമുക്ക് എന്താ പറയുക, കട്ട് ചെയ്യാൻ കുറേ പീസ് കിട്ടുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആക്കാൻ പറ്റും. എന്നാൽ എന്താ വെച്ചാൽ കേക്കിന് ഹൈറ്റ് വരുമ്പോൾ പീസ് ചെറുതാവുമ്പോൾ കുഴപ്പമില്ല, ഹൈറ്റ് ഉണ്ടാവുമല്ലോ കേക്കിന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഓവർ ഹൈറ്റ് ഒന്നുമില്ല, സാധാ നോർമൽ ഹൈറ്റ്. അപ്പം നമുക്ക് അതിൽ നിന്ന് 60 പീസസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ കട്ട് ചെയ്തു. ദെൻ നമ്മൾ ചെറിയൊരു ഡിസൈന് പോലെ ടോപ്പിൽ നോസിലോണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. ദെൻ ഫൈനലി നമ്മളുടെ പാസ്ട്രി കുട്ടന്മാരിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ കേക്കിലേക്ക് പോവാം. അതിൽ ഇനി കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാർട്ടൂണിൽ എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഈ കാർട്ടൂണൊന്നും ഞാൻ അതുവരെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ കാണാറില്ല. ഈ ഒരു ഇതിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാർട്ടൂണൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ ഓരോന്നായിട്ട് കേക്കിലേക്ക് സെറ്റ് ചെയ്യാണ് കേട്ടോ. ദ ബോസ് ബേബി, സോറി ഞാൻ നേരത്തെ ബോസ് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ബോസ് ബേബി എന്ന് പറയുന്ന ഏതോ കാർട്ടൂണിലുള്ള ഒരു തീമായിരുന്നു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ മുകളിൽ ടോപ്പ് പാർട്ടിലുള്ള കുറച്ച് ഡെക്കറേഷൻസുകൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രിൻ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു നെയിം വരുന്നത്, നെയിം ആൻഡ് ഏജ്. അപ്പോൾ അതിൽ ടേൺസ് ഒന്ന് കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു പേപ്പറിൽ ജസ്റ്റ് എഴുതി അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ്, അന്ന് അത്യാവശ്യം ഒരു മഴയൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ നൈറ്റായിരുന്നു അവർ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഇത് നമ്മളെ പുക്കുന്നുമല റൂട്ട്, നന്മണ്ടുള്ളവർക്കൊരു ഒട്ടുമിക്ക പേർക്കും അറിയാമായിരിക്കും. പുക്കുന്നുമലയിലേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ് ഇവരെ വീട് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവർക്ക് അവർ വന്നെടുത്തതായിരുന്നു നൈറ്റ്. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, അവർക്ക് 2 കേക്കും കൊടുത്തു. അങ്ങനെ അവർ പോയി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒന്ന് കയറി ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാവേ.